വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയും യമനും തമ്മിൽ പഴയ രീതിയിലുള്ള നയതന്ത്ര ബന്ധമില്ലാത്തതാണ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമാക്കുന്നതെന്നും നമുക്കറിയാം. ഇതുപോലുള്ള കുറേ ആളുകൾ, കുറേ ഇന്ത്യക്കാർ യമനിലുണ്ട്. പ്രധാനമായും പാസ്പോർട്ട് പുതുക്കാനോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിനോ മരണ സർട്ടിഫിക്കറ്റിനോ എല്ലാം വേണ്ടി നെട്ടോട്ടമോടുന്ന മലയാളികളടക്കമുള്ള പ്രവാസികൾ. 6:45 ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ പോയി കാര്യങ്ങളെല്ലാം ചെയ്ത് എമിഗ്രേഷൻ ചെയ്ത് യമനിയുടെ മാനേജറാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും ഈ ഒരു ഡോക്യുമെൻറ്റേഷനായിട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നുകിൽ എംബസിയിൽ നിന്നോ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ ഇല്ല പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആ പുള്ളി പറഞ്ഞ് ഇവിടുന്ന് ഞങ്ങൾ കയറ്റി വിട്ട് കഴിഞ്ഞാൽ നാട്ടിലെ യമനിയ മാനേജർ തിരിച്ചവരെ അതേപോലെ ഡീപ്പോർട്ട് ചെയ്യും. ഡീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പം ആ ഇരിക്കുന്ന സ്റ്റാഫ് ആരാണോ അവർ സിഗ്നേച്ചർ ചെയ്ത് അവർ $3000 പെനാൽറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് തിരിച്ച് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ യമനി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പൈസ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ കയറ്റിവിടാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങി പോരുന്നത്. ഫ്ലൈറ്റ് കയറിയില്ല. എമിഗ്രേഷനെ നമുക്ക് ഒന്നും സീലോ കാര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല. അവരവിടെ വെച്ച് തന്നെ റിഫ്യൂസ് ചെയ്തു. അങ്ങനെ പിന്നെ ആ ടിക്കറ്റിൻ്റെ പൈസ പോലും നമുക്ക് കിട്ടില്ല. ആ ടിക്കറ്റും ക്യാൻസലായി. അങ്ങനെ നമ്മൾ തിരിച്ചു കയറി പോകണം. അനൂപ് കൊല്ലം പത്തനാപുരം സ്വദേശി. യമനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നതിന്റെ ദുരിതവും സങ്കടവുമാണ് അനൂപ് പങ്കുവെക്കുന്നത്. സനായിലെ വിമാനത്താവളത്തിലെത്തി അവിടെ നിന്നും തിരിച്ചു പോരേണ്ടി വന്നതിന്റെ സങ്കടം. അനൂപ് അടക്കം 8 മലയാളികളാണ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ദിവസം നാടണഞ്ഞത്. പലതവണ പല തരത്തിൽ പരിശ്രമിച്ചിട്ടും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയ സ്വപ്നയാത്ര. തെക്കൻ യമനിലെ ഏദനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലായിരുന്നു അനൂപിന് ജോലി. ഇതേ ആശുപത്രിയിൽ നഴ്സാണ് ഭാര്യ തൊടുപുഴ സ്വദേശി ലിൻസി. ഇവരുടെ മക്കളായ ഡിയോൺ, ആരോൺ, ലിൻസിയുടെ സഹോദരൻ ലിബിൻ, ഭാര്യ അഞ്ജന, മകൻ ലിയോം, തൊടുപുഴ സ്വദേശി ജാസ്മിൻ പീറ്റർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത്. 2024 മെയ് 23 അനസ്തേഷ്യ ടെക്നീഷ്യനായ അനൂപും നഴ്സായ ഭാര്യ ലിൻസിയും യമനിൽ എത്തിയത്. മക്കളായ ഡിയോണും ആരോണും ജനിച്ചത് യമനിലാണ്. 2015 അഞ്ജനയും 18 ലിബിനും 19 ജാസ്മിൻ പീറ്ററും യമനിലെത്തി. കഴിഞ്ഞ ഓഗസ്റ്റ് 19 അഞ്ജനയ്ക്കും ലിബിനും കുഞ്ഞു ജനിച്ചത്. തൊഴിൽ കരാർ അവസാനിച്ചെങ്കിലും അഞ്ജനയുടെ പാസ്പോർട്ട് കാലാവധി അവസാനിച്ചതും കുഞ്ഞിന് പാസ്പോർട്ട് ഇല്ലാതെ പോയതും യാത്രയ്ക്ക് തടസ്സമായി. ഒരുപാട് പാർട്ടിക്കാരുമായിട്ടുള്ള സംസാരിക്കുന്നതാണ്. നമ്മുടെ ഡീൻ കുര്യാക്കോസ് ഒരു ലെറ്റർ വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് മൂവ്മെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും. എൻ്റെ സുഹൃത്താണ് ഈ കിടങ്ങ. ഹൂതികളുടെ നിയന്ത്രണത്തിലേക്ക് യമൻ പോയതോടെയാണ് ആ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യ ഉപേക്ഷിച്ചത്. 2015 ഏപ്രിലിൽ യമനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയവും സനായിലെ ഇന്ത്യൻ എംബസിയും അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്നും ഇന്നും ആയിരക്കണക്കിന് ഇന്ത്യക്കാർ യമനിൽ ജോലി ചെയ്യുന്നുണ്ട്. ആരോഗ്യരംഗത്താണ് ഏറ്റവും അധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത്. തലസ്ഥാനമായ സനായിലെ എംബസി അടച്ചപ്പോൾ സേവനങ്ങൾ തൊട്ടടുത്തുള്ള ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിലേക്ക് മാറ്റി. പിന്നീട് സൗദി അറേബ്യയിലെ റിയാദ് എംബസിയിലേക്കും. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനാൽ റിയാദിലേക്കുള്ള ഇവരുടെ യാത്ര അസാധ്യമായി. യമനിലായതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുക എന്നത് വളരെ ഒരു ശ്രമകരമായ ജോലിയായിരുന്നു. അങ്ങനെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ഷാജി ആലപ്പുഴയിൽ ബന്ധപ്പെടുകയും ഞങ്ങളുടെ എംബസിയിൽ പോവുകയും അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി KMCCയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ തരാൻ അവർ തയ്യാറാവുകയും തൽഫലമായി എമർജൻസി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. ആദ്യം എംബസി പറഞ്ഞത് നിർബന്ധമായി നിങ്ങൾ റിയാദിൽ വരണം, അതിനുശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ തന്നതിന് ഒറിജിനൽ പാസ്പോർട്ട് അടക്കം തന്നതിന് ശേഷം മാത്രമേ പാസ്പോർട്ട് അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയും വിഷമിച്ച സാഹചര്യത്തിലാണ് KMCCയുമായി അവർ ബന്ധപ്പെടുന്നത്. അവസാനം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒന്നര മാസത്തോളമായി, ലീവുകളടക്കം 1.5 മാസത്തോളം, ഇന്ന് റിയാദ് KMCCയുടെ കണ്ണൂർ ജില്ലയുടെ പ്രതിനിധി എൻ്റെ ബ്രദർ കൂടിയായ ഇർഷാദ് എംബസിയിൽ പോയി പാസ്പോർട്ട് റിസീവ് ചെയ്തു. ഇന്ന് തന്നെ ബസ്സിൽ, കൊറിയർ സർവീസ് ഇല്ല യമനിലേക്ക്, ഇന്ന് തന്നെ ബസ്സിൽ യമനിലേക്ക് സാധനം കൈമാറുന്നതാണ്. അഞ്ജനയുടെ യമനിലെ താമസ വിസ സെപ്റ്റംബർ 21 വരെ ഉണ്ടെങ്കിലും തൊഴിൽ കോൺട്രാക്ട് അവസാനിച്ചതിനാൽ ജോലിയില്ലാതായി. ഇത് പ്രതിസന്ധി ഇരട്ടിപ്പിച്ചു.
കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 19 ജനിച്ച കുഞ്ഞിന് പാസ്പോർട്ടുമില്ല. നാട്ടിലേക്കുള്ള മടക്കം എങ്ങനെ സാധ്യമാകുമെന്ന് സങ്കടപ്പെടുമ്പോഴാണ് ഒമാനിലെ റൂവി KMCC, സൗദി അറേബ്യയിലെ റിയാദ് KMCC പ്രവർത്തകർ വിഷയത്തിൽ ഇടപെടുന്നത്. റൂവി KMCC പ്രസിഡന്റ് റഫീഖ് ശ്രീകണ്ഠാപുരം, റിയാദിലെ സാമൂഹിക പ്രവർത്തകൻ ഇർഷാദ് കായക്കൂൽ, ഷാജി ആലപ്പുഴ, UP മുസ്തഫ തുടങ്ങിയവരെല്ലാം ഒരേ മനസ്സോടെ ഈ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിച്ചു. റിയാദിൽ നിന്നും ബസ് മാർഗം KMCC പ്രവർത്തകർ പാസ്പോർട്ടും മറ്റു രേഖകളും തരപ്പെടുത്തി യമനിലുള്ള അനൂപിന്റെയും കുടുംബത്തിന്റെയും കൈകളിലെത്തിച്ചു. അനൂപിന്റെ മക്കളോ അഞ്ജനയുടെ മകനോ ഇതുവരെ കേരളം കണ്ടിട്ടില്ല. വർഷങ്ങളായി നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു പുതുജീവനായിരുന്നു. നമ്മുടെ ഈ KMCC എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെക്കുറിച്ച് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതും, ഇങ്ങനൊരു സംഘടന ഉണ്ടെന്നും ഇത്രയും നല്ല ആൾക്കാർ ഇവിടെ ഉണ്ടെന്നും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയും മനസാക്ഷിയുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് അത് വേണ്ട കാര്യങ്ങളെല്ലാം അതേപോലെ നമ്മൾക്ക് ചെയ്തെന്ന് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ട് നമ്മളെ ഇത്രയും വരെ എത്തിച്ചവരാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വർഷമോ അടുത്ത വർഷമോ നാട്ടിൽ പോകാൻ പറ്റാത്ത അതേപോലെ ഒരു സിറ്റുവേഷനായിരുന്നു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അനൂപും ലിൻസിയും അഞ്ജനയും ലിബിനുമെല്ലാം നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഇതിനൊന്നും കഴിയാത്തവർ ഇനിയുമുണ്ട് യമനിൽ. ഇന്ത്യ യമൻ നയതന്ത്ര ബന്ധം മെച്ചപ്പെടാൻ കാത്തിരിക്കുകയാണ് ഇവർ. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കരസ്പർശം എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് കൊതിച്ച് പ്രാർത്ഥനയോടെ കഴിയുന്നവർ. യമനിൽ നിന്നും നാട്ടിലെത്തിയവരുടെ മനസ്സിലുമുണ്ട് സങ്കടങ്ങൾ. ജോലിക്കായി തിരിച്ചു പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും NOC വേണം. അല്ലെങ്കിൽ ഒമാനിൽ പോയി റോഡ് മാർഗം യമനിൽ എത്തണം. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രവാസിയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ത്യയും യമനും തമ്മിലുള്ള സൗഹൃദം സാധാരണ നിലയിലേക്കെത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് യമനിലെ പ്രവാസികൾ.